കോട്ട ബേസ്ഡ്, പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ കോട്ട ബേസ്ഡ്. സോ അപ്പോൾ നമുക്കൊരു കോട്ട മന്ത്ലി സെറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ മന്ത്ലി ഇപ്പോൾ നമ്മൾ രൂപയ്ക്ക് റീചാർജ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ദിവസത്തെ ലിമിറ്റ് കാണും. ലിമിറ്റ് പ്രകാരമാണെങ്കിൽ നമുക്ക് അത് കുറേ നാൾ കൂടും. അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ലിമിറ്റ് പ്രകാരമുള്ള പ്രശ്നം അൺലിമിറ്റഡ് വരില്ല. അപ്പോൾ ആ അൺലിമിറ്റഡ് നമുക്ക് എത്ര വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ഈ 4G ഡിവൈസസിലൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തീരും. ആ സാഹചര്യത്തിൽ പിന്നീട് നമുക്ക് നെറ്റിൻ്റെ ഒരു സോഴ്സ് കിട്ടാൻ പാടാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എയർടെൽ പോലത്തെ ബ്രാൻഡ്സിൽ നമുക്ക് അഡീഷണൽ ഡേറ്റ ബൂസ്റ്റേഴ്സ് ഉണ്ട്. അത് എടുത്തിട്ട് നമുക്ക് ബൂസ്റ്റർ ഇട്ടിട്ട് പിന്നെ അഡീഷണൽ ഡേറ്റ പാക്ക് എടുത്തിട്ട് യൂസ് ചെയ്യും. പക്ഷേ അതിന് അവർ എക്സ്ട്രാ ചാർജ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് തമ്മിലാണ് വ്യത്യാസം. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മന്ത് കംപ്ലീറ്റ് യൂസ് ചെയ്യാം വിത്ത് ലിമിറ്റ്. ഇതെന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. അപ്പം 4G ഡിവൈസ് കണക്ട് ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ടെന്ന് തീർന്നു. അങ്ങനത്തെ കേസിൽ അവർക്ക് പിന്നെ എക്സ്ട്രാ എടുക്കേണ്ടി വരും ബൂസ്റ്ററൊക്കെ. അപ്പോൾ അങ്ങനെ ചിലവും കൂടും. ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം അതാണ്. അതുപോലെ തന്നെ ഇപ്പം വമ്പൻ ബ്രാൻഡ്സ് ലൈക്ക് ജിയോ, എയർടെൽ, അങ്ങനത്തെ വോഡോഫോൺ, ഇവരൊക്കെ കറക്റ്റ് ആ ഒരു ബില്ലിംഗ് ഡേറ്റ്, അതായത് ഇപ്പം നമ്മൾ നെറ്റ് എന്നാണോ എടുത്തത് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് കൃത്യമായിട്ടൊരു SMS വിട്ട് അവർ അലേർട്ട് ചെയ്യും റീചാർജ് ചെയ്തെന്ന്. SMS വിട്ട് അലേർട്ട് ചെയ്തിട്ട് ശേഷം അവർ കുറച്ചാൾ വെയിറ്റ് ചെയ്യും. നമ്മൾ ഇന്ന സമയത്ത് റീചാർജ് ചെയ്ത് നോക്കും. അപ്പോൾ ഇന്നിപ്പോൾ 2-ാം തീയതി 2 ഫെബ്രുവരി, ഇന്ന് ഞാൻ റീചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു SMS വിട്ട് അലേർട്ട് ചെയ്തിട്ട് പറയും നിങ്ങളുടെ സർവീസ് ഞങ്ങൾ നിർത്താൻ പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ആ SMS വിട്ട് വിത്തിൻ സെക്കൻഡ്സ് അവർ കട്ട് കളയും. അതിപ്പോൾ ജിയോ ഉണ്ടാകുന്ന സമയത്ത് നമ്മളങ്ങനെയാണ്. ജിയോയുടെ ഒരു വി ഹാവ് ദ മോഡം ഫൈബർ നെറ്റ് ജിയോയുടെ. അവർ മന്ത് തന്നെ ആകുമ്പോഴത്തേക്ക് കൃത്യം 31-ാം തീയതി കട്ട് കളയും. 1-ാം തീയതി സ്റ്റാർട്ടിങ്. കാരണം പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ അവരത് കട്ട് കളയും. ദേ ഡോണ്ട് സെൻഡ് എനി SMS ലൈക്ക് എയർടെൽ, ബട്ട് ദേ വിൽ കട്ട്. എന്നിട്ട് അത് നമുക്ക് ലാപ്ടോപ്പിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് മെസ്സേജ് വരും ജിയോയിൽ റീചാർജ് ചെയ്തിട്ടില്ലെന്ന് പറയും. സോ അതുപോലെ അലേർട്ട് ഉണ്ട്. ബട്ട് വി ആർ യൂസിങ് വൺ നെറ്റ് കോൾ ആക്ട് എന്ന് പറഞ്ഞ ഫൈബർ നെറ്റ് ഉണ്ട് ചെന്നൈയിൽ. ദാറ്റ് വാസ് മച്ച് മോർ ബെറ്റർ ബിക്കോസ് അതിൽ ഈവൻ ദോ നമ്മൾ റീചാർജ് ചെയ്യാൻ വൈകിയാലും കുറച്ച് ദിവസം നെറ്റ് കാണും. എന്നിട്ട് അവർ കട്ട് ചെയ്തില്ല, ചുമ്മാ കയറി കട്ട് ചെയ്തില്ല. സോ ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് ആക്ട് ഓവർ ദിസ് നെറ്റ്വർക്ക്സ്. സോ ഹെൻസ് ഇത്രയൊക്കെ പറയാനുള്ളൂ. സോ പ്രീപെയ്ഡ് പോസ്റ്റ്പെയ്ഡ് വ്യത്യാസം ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു അഭിപ്രായമാണ്, നിങ്ങൾ നോട്ട് ചെയ്ത്